വിജയം എന്നത് ഒരു മാനസിക അവസ്ഥയാണ് അല്ലേ? നമ്മൾ എന്ത് ഫീലിലാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മൾ എന്ത് ഫീലിലാണോ പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് അല്ലേ നമ്മൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ഇപ്പോൾ നിങ്ങൾ ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക. ഇപ്പൊ എന്താണ്? ഇരുട്ടാണ് അല്ലേ? ഇതാണ് കാഴ്ചയില്ലാത്ത ഒരാളുടെ അവസ്ഥ. നമുക്കൊന്ന് കണ്ണ് തുറന്നാൽ എല്ലാം കാണാം അല്ലേ? അതൊരു അനുഗ്രഹമല്ലേ നമുക്ക്? അതുപോലെ എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് നന്ദിയില്ലെങ്കിൽ പുതിയതായി നമ്മളിലേക്ക് എന്ത് കിട്ടിയിട്ടും എന്ത് കാര്യം. 2025 മൈ ഡ്രീം മൈ ഇയർ 14 ഡേയ്സ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 5. നമുക്ക് വേണ്ടത് എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കിന്ന് അത് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ പേര് ശാലിനി. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്, സർട്ടിഫൈഡ് ഹോപ്നോപ്നോ ഹീലറാണ്. ഇന്ന് ഡേ 5 ആണ്. ഡേ 1 മുതൽ 4 വരെയുള്ള എല്ലാ ചലഞ്ചസും കഴിഞ്ഞവർ മാത്രം, കംപ്ലീറ്റ് ചെയ്തവർ മാത്രം കാണേണ്ട വീഡിയോ ആണ് ഡേ 5. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് കൺഗ്രാജുലേഷൻസ്. നിങ്ങൾ ലക്ഷ്യത്തോട് വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡേ 5 ചലഞ്ചാണ്. പലപ്പോഴും നമുക്കൊന്നും ഇല്ല എന്നുള്ള പരാതികളാണ് പറയാറ്. മറ്റുള്ളവർക്കുള്ളതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമുക്ക് എന്തുണ്ട് എന്നുള്ളതിൽ നമുക്ക് ശ്രദ്ധ തീരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പരാതികൾ കൂടുന്നത്. നന്ദി പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് തോന്നുക. പ്രപഞ്ചശക്തി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം നന്ദി പറയുകയാണ് വേണ്ടത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് നമ്മൾ ഇന്നത്തെ ഈ ദിവസം ചെയ്യുന്നത്. ശാന്തമായി ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, നമ്മളിലേക്ക് സ്വയം ചിന്തിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ? കാഴ്ചയുണ്ട്, കേൾവി ശക്തിയുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്, ദഹന പ്രക്രിയ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, നടക്കാൻ സാധിക്കുന്നുണ്ട്, ഓടാൻ സാധിക്കുന്നുണ്ട്, എഴുതാൻ സാധിക്കുന്നുണ്ട്, വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ്. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് നല്ല കാഴ്ചശക്തി തന്നതിന്. നന്ദി യൂണിവേഴ്സ്, എനിക്ക് കേൾവി ശക്തി തന്നതിന്. നന്ദി യൂണിവേഴ്സ്, എനിക്ക് സംസാരശേഷി തന്നതിന്. നന്ദി യൂണിവേഴ്സ്, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നതിന്. ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നന്ദി ഏറ്റേറ്റ് പറയുക. ഇതൊരു ശീലമാക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. മനസ്സറിഞ്ഞ് നന്ദി പറയുക. സന്തോഷത്തോടെ, സമാധാനത്തോടെ അനുഗ്രഹം ഫീൽ ചെയ്യുന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. അതെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഡേ 5? ഇത് ഈസി അല്ലേ? നമ്മൾ ചിന്തിക്കാത്ത പലതുമാണിത്. ഇന്ന് മുതൽ ഈ ശീലം നിർബന്ധമായിട്ട് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തു, അതായത് ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾക്ക് തോന്നിയോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്, നന്ദി പറയുന്നത് എന്നുള്ളതും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാറ്റം ആഗ്രഹിക്കുന്നവരിലേക്ക് വേണ്ടി ഈ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. ഡേ 6 വീഡിയോ ഉടനെ വരും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളിലേക്കുള്ള മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നാവട്ടെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിന്നാവട്ടെ. നമസ്കാരം.